ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ത്യയിൽ ഇപ്പോ CJP-യുടെ സമരം വിജയിച്ചു. CJP സമരം കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ നേതാവായിട്ടുള്ള വാങ്കെ അവൻ പറഞ്ഞിരിക്കുന്ന വാങ്കെ അല്ല റാങ്കെ അങ്ങനെ ഒരു പേരാണ്, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ഈ സമരങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലേക്കും, എസ്പെഷ്യലി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, നമുക്കറിയാമല്ലോ. അല്ലാതെ ഓരോ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവൻ ഏത് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത്? പഞ്ചാബിലോട്ട് അവൻ പോകും. അത് അവിടെ ഇവന്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള മറ്റേ കെജ്രിവാളിന്റെ ഭരണമല്ലേ നടക്കുന്നത്. അത് ഇന്നലെ അവർ കൃത്യമായിട്ട് ചോദിച്ചു. അത് നിങ്ങൾ പഞ്ചാബിൽ ഇപ്പൊ മെനങ്ങാന്നൊരു പേപ്പർ ലീക്ക് ഉണ്ടായ വലിയ പ്രതിഷേധം നടക്കുകയാണ്, പോകുമ്പോൾ ഇവർ ഓടിക്കളഞ്ഞു. ഇവര് രാജസ്ഥാനിലേക്ക് പേപ്പർ ലീക്ക് ഉണ്ടായപ്പോൾ ഇവർ അതിന് പ്രതിഷേധിക്കാനായിട്ട് പോകും. ഇല്ല, അങ്ങനെയൊന്നും പ്രതിഷേധിക്കാനായിട്ട് പറ്റില്ല. പേപ്പർ ലീക്ക്, അപ്പൊ ഇവർ തിരിച്ചു പറയുന്നത് പേപ്പർ ലീക്ക് ഉണ്ടായ രാജ്യം ഏതാണ്? പഞ്ചാബിലാണ് പേപ്പർ ലീക്ക് നടന്നതെങ്കിലും രാജ്യം ഇന്ത്യ ആണല്ലോ, അപ്പൊ മോദിയല്ലേ രാജിവെക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം എന്ന് പറയുന്നത്. ജെൻസി പിള്ളേർക്ക് അവർക്ക് എന്ത് ചെയ്തൊന്നും അറിയത്തില്ല. അവരും ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ, പഞ്ചാബ് എന്താ വേറെ അമേരിക്കയിലാണോ അല്ലെ ഇന്ത്യയിലാണല്ലോ എന്ന് അവരും ചിന്തിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവൻ ഈ ഇതിലോട്ട് കടക്കാൻ പോവാണ്, സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതൊരു ട്രെയിലർ മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിലും വലിയൊരു സമരം, അതിന്റെ വലിയ ഒരു അലയൊലികൾ നമ്മളുടെ മുന്നിലുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു അതിന്റെ ചൂടായിട്ടില്ല, അതിന്റെ ഒരു ആവി അടിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ യുദ്ധം, നമ്മൾ ഇതിന്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സൈഡിൽ ആ യുദ്ധം ഭയങ്കര അതിഭീകരമായിട്ട് നടക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിലേക്ക് പോയി പാകിസ്ഥാനിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ സമ്പൂർണ്ണമായി അവരുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവിടെയുള്ള ഗവൺമെന്റിന്റെ ട്രീറ്റ്മെന്റ് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ബംഗ്ലാദേശിലും സമാനമായിട്ടുള്ള സാഹചര്യം. യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പല രാജ്യങ്ങളും എണ്ണ പ്രതിസന്ധിയിൽ കിടന്ന് ഉഴലുകയാണെന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മളിവിടെ പോപ്കോണും കുറിച്ച് CJP-യുടെ സമരത്തിന് നമ്മൾ പോയിട്ട് അവിടെ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് അവിടെ ഗ്യാസ് കുറ്റി കൊണ്ടുപോയി അവിടെ കുടിയും തീറ്റയും കുടിയും തുടങ്ങി നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച്, ഈ കൂടുതൽ ഭക്ഷണം മേടിച്ച് കഴിക്കണമെങ്കിലും നമുക്ക് ഗ്യാസ് തന്നെ വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതും അറിയുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ 35 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ചെലവാകുന്നതിന് ഏറ്റവും കൂടുതൽ ഗ്യാസ് ചെലവായത് അത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചെലവായിരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഇങ്ങനെ ചെലവാക്കാനില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പൊ ബാബൽ മന്ദേബ് തുറമുഖം കൂടെ അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കപ്പലുകളും അവിടെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹൂതി വിമതർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ റഷ്യ വലിയ ആക്രമണം മോളിൽ കൂടെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വലിയ ഒരു പ്രതിസന്ധിയായിട്ട്, ഒരു ആഗോള പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഒരു വാൾ ഇന്ത്യയുടെ നേരെയും വരുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ ഗ്യാസ് പ്രതിസന്ധി ഭാവിയിൽ വന്നേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന സമരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ CJP-യുടെ സമരമൊക്കെ ഇതൊരു സമരമാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സമരമായിരിക്കും ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ അതുകൂടെ മുന്നിൽ കണ്ടിട്ടാണ് CJP സമരം നരേന്ദ്രമോദി രാജിയെങ്കിൽ രാജി, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് ഒഴിവാക്കി വിട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ശരിയുള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളിപ്പോൾ അതിന്റെ അല്ലലൊന്നും അറിയുന്നില്ല. ഗ്യാസൊക്കെ നമുക്ക് അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊന്നും ഗ്യാസ് പ്രതിസന്ധി എന്ന് പറയുന്ന സാധനമില്ല, പെട്രോൾ പ്രതിസന്ധി എന്ന് പറയുന്ന സാധനമില്ല. ആകപ്പാടെ ഉള്ളത് നിതിൻ ഗഡ്കരിയുടെ E20 പെട്രോളിന് നേരെയുള്ള പ്രതിഷേധം മാത്രമാണ്. എന്ത് തോന്നുന്നു? അവർ ഇന്നലെ അവന്റെ നേതാക്കൾ പറഞ്ഞത് സെക്കൻഡ് വിക്കറ്റ് ഉടനെ വീഴുമെന്ന് പറഞ്ഞു. ഗഡ്കരി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതിന്റെ സമരങ്ങൾ അവർ മഹാരാഷ്ട്ര തുടങ്ങി വെക്കുകയും ചെയ്തു. ഇത് ഇവർ ഉദ്ദേശിക്കുന്നത് ധനുഷ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമ്മൾ എപ്പോഴാണ് ഈ സമരത്തിന്റെ ആഹ്വാനങ്ങൾ വന്നു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മൾ വലിയൊരു പ്രൊജക്ടുമായിട്ട് വരുന്നു. നമ്മുടെ വ്യോമത്താവളം വരുന്നുണ്ട്. മലാക്ക കടലിന്റെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് വന്നു തുടങ്ങുമ്പോൾ മുതലാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഇവിടുത്തെ ചില മതസംഘടനകളും അടക്കം വലിയ സമരവുമായിട്ട് വരുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് ഒരു വലിയ പിടി ഉണ്ടാകും. ചൈനയെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രൊജക്റ്റാണ് അവിടെ വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അത് റിസ്ക് ഉണ്ട്. അത് മുതലാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പൊ അടുത്ത ഒരു സമരത്തിന് ഇവർ കോപ്പ് കൂട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ ധനുഷ് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ്. അതായത് രാജ്യത്ത് എണ്ണ എന്തായാലും ഈ രാജ്യം കുഴിച്ചെടുക്കുന്നില്ല. പുറത്തുനിന്ന് വരുന്ന എണ്ണയും ഗ്യാസും അതിന്റെ ഷോർട്ടേജോ അതിന്റെ വിലവർദ്ധനവോ വെച്ചുകിട്ട് ഒരു വലിയ മൂവ്മെന്റ്, മാസ് മൂവ്മെന്റ് നടത്തുക, ഈ സർക്കാരിനെ താഴെ ഇറക്കുക. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തുടങ്ങി വെക്കുന്നത് E20ക്ക് എതിരായിട്ടുള്ള ഒരു സമരമാണ്, ആകാനാണ് സാധ്യത. പക്ഷെ ഇത് BJP വളരെ നന്നായി അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ, ചില സോഴ്സുകളുടെ അറിവനുസരിച്ചിട്ടാണെങ്കിൽ, സർക്കാർ E20 അടിച്ചേൽപ്പിക്കുന്നില്ല. പകരം ഈ പമ്പുകളില് ശുദ്ധമായ പെട്രോള്, E20 പെട്രോള്, E85 പെട്രോള് എന്നുള്ള 3
പമ്പിംഗ് സ്റ്റേഷനുകൾ, അതായത് 3 ക്യാബിനുകൾ തിരിച്ചുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പെട്രോൾ അടിക്കേണ്ടവന് പെട്രോൾ അടിക്കാം, ഇതടിക്കേണ്ടവന് ഇതടിക്കാം, ആ ഒരു നിലയിലേക്ക് നീങ്ങുന്നുണ്ട്. കാരണം ഈ എപ്പോഴും നമ്മൾ 2 സ്റ്റെപ്പ് മുമ്പോട്ട് കയറുന്നതിലല്ല, കൃത്യമായിട്ട് 1 സ്റ്റെപ്പ് മുമ്പോട്ട് കയറുന്നതിലാണ് കൃത്യതയുള്ളത്. അപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കുക പ്രയാസകരമാണ്. ഇപ്പോൾ ഈ T20 എന്തിനാ കൊണ്ടുവന്ന് വെച്ചാൽ നിതിൻ ഗഡ്കരിക്ക് പുട്ടടിക്കാനല്ല, പകരം ഇന്ത്യയിലെ പെട്രോൾ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് T20 കൊണ്ടുവന്നത്. 20% പെട്രോൾ ഈ എഥനോൾ കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റും, അത്രയും ഇറക്കുമതി കുറച്ച് മതിയല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ 1 ലക്ഷത്തോളം വരുന്ന പമ്പ് ഉടമകൾ നിതിൻ ഗഡ്കരിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് വലിയ തലവേദനയായി മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ ഭാഗമാണ് ഇതൊരു എന്താണ് ടൂൾ കിറ്റ് മാത്രമല്ല, വലിയ ഫണ്ടിങ് ആയതുകൊണ്ട് ഇത് കൃത്യമായ ഒരു തിരക്കഥയിലാണ് ഇത് പോകുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ അലർട്ട് ആകുന്നുണ്ട്. അത് മാത്രവുമല്ല, അവരുടെ യൂത്ത് ടീം, BJPയുടെ ഒക്കെ യൂത്ത് ടീമും ഒക്കെ വളരെ കാരണം ഇത് അവർക്കൊരു പാഠമാണ്. കാരണം അവരെ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. BJPക്ക് അകത്ത് തന്നെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. BJPയെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗത്തിലുള്ള അമർഷമുണ്ട്. കാരണം അവർക്ക് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലത്. കാരണം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരെ മൈൻഡ് ചെയ്യാതെ പോയതുകൊണ്ട് വന്നതാണ്. കാരണം അവരെ എപ്പോഴും പിന്തുണയ്ക്കുമെന്ന് അവർ കരുതിയിരുന്നവർ അവർ വന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ അവർ റൂട്ട് കോസ് പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇത് അവർ കുറച്ചുകൂടെ അലർട്ടായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഗോവയില് ഒരുപിടി ആളുകൾ, കുറെ ആക്ടിവിസ്റ്റുകൾ ഉമർ ഖാലിദിനെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. പൊടുന്നനെ അവിടേക്ക് യുവമോർച്ചയുടെ അംഗങ്ങൾ, വനിതകളും യുവാക്കളും അടങ്ങിയ യുവമോർച്ചയുടെ അംഗങ്ങൾ വരികയും ഇവരെ തടയുകയും ചെയ്ത ഒരു സാഹചര്യം വന്നു. ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ 2 കേഡർ പാർട്ടികളാണ് BJPയും CPM. കേഡർ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അത്ലറ്റിക്കിനെ പോലെയാണ്. അത്ലറ്റിക് എന്താണ് ചെയ്യേണ്ടത്? എന്നും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത്ലറ്റിക്കിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒപ്പം തന്നെ ജയിക്കുവാനും കഴിയുകയുള്ളൂ. അത്ലറ്റിക് എപ്പോഴും 1 ആഴ്ചയോ 2 ആഴ്ചയോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ മസിൽ ലോസ് വരികയും അയാൾക്ക് ആ മത്സരത്തിൽ ജയിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് കേഡർ പാർട്ടികളുടെ സ്വഭാവവും. കേഡർ പാർട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലും വർക്കിംഗ് ഇത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ. അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് അവർ സമരം തുടങ്ങും. കാരണം അവരുടെ അണികളെ എപ്പോഴും അവർ ആക്റ്റീവാക്കി നിർത്തും. സോഷ്യൽ മീഡിയയിൽ അവരെപ്പോഴും ആക്റ്റീവായി നിൽക്കും. അവർക്ക് എപ്പോഴും ആക്റ്റീവായി നിന്നെങ്കിൽ മാത്രം, ഒരു അത്ലറ്റിക്കിനെ പോലെ എപ്പോഴും ആക്റ്റീവായി നിന്നെങ്കിൽ മാത്രമേ അടുത്ത മത്സരത്തിൽ അവർക്ക് വിൻ ചെയ്യാൻ കഴിയും. അതാണ് കേഡർ പാർട്ടിയുടെ സ്വഭാവം. BJPക്ക് അത് ഏതാണ്ട് 2022 മുതൽ ആ കേഡർ സ്വഭാവം, ഈ അത്ലറ്റുകളെല്ലാം വിശ്രമത്തിലാണ്. അഥവാ ജിമ്മിൽ പോകുന്നവർ ജിമ്മിൽ ചെന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടത്തേ ഉള്ളൂ. അവിടെയും ജിമ്മ് അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ ഇന്നലെ ഞാൻ യുവമോർച്ചയുടെ കാര്യം പറയാനുള്ള കാരണം, അവർ ആക്റ്റീവായി തുടങ്ങുന്നുണ്ട്. ആ ആക്റ്റീവായി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു മാസമായിട്ടുള്ള ഒരു സിസ്റ്റം അവർക്കുണ്ട്. ഈ RSS അനുബന്ധ സംഘടനകൾ അവരുടെ പിന്തുണക്കാരൊക്കെ ഉണ്ട്. ആ പിന്തുണക്കാരിലേക്ക്, അതായത് 2014 മുതൽ 2021 വരെ അവരെങ്ങനെയായിരുന്നു കൈമയും പറന്ന് കേന്ദ്രവും BJPയും ഈ അനുബന്ധ സഹായികളും എല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ചത്, അതേ മാതൃക അവർക്ക് തിരിച്ചു വരാനുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു അഗ്രസീവ് മാത്രമല്ല, എപ്പോഴും ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് അവർക്ക് നിൽക്കാൻ കഴിയും. ഇതിപ്പോ ഇലക്ഷന് വേണ്ടി മാത്രം ഒരു ഫൈറ്റിംഗ് മോഡ് എടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനുള്ള നീക്കങ്ങൾ അവർ തുടങ്ങാതിരിക്കില്ല. പക്ഷെ നിലവിൽ ഇപ്പോൾ RSSന് അതിനുള്ള സമയമില്ല. കാരണം ഈ വിജയദശമി വരെ അവര് നല്ല തിരക്കിലാണ്. കാരണം അവരുടെ 100ാം വാർഷികമാണ്. വിപുലമായ പരിപാടികളാണ് രാജ്യം മുഴുവൻ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ നേതാക്കന്മാരും അണികളും എല്ലാം വളരെ, നമ്മൾ പുറമേ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അവർക്ക്. അതായത് അവർ എൻഗേജ്ഡ് ആണ്. ഏതാണ്ട് ഒരു ഒക്ടോബർ നവംബർ വരെ അവർ എൻഗേജ്ഡ് ആണ്. പക്ഷെ BJP അവരുടേതായ രീതിയിൽ തന്നെ അതിന്റെ ഒരു അഴിച്ചുപണി വലിയ രീതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അവർ ആ പഴയ മോഡിലേക്ക്, അതായത് 2014 കാരണം ജെൻസികൾ എന്ന് പറയുന്നത് ഒരു മുഴുവൻ ഈ പാറ്റകളുടെ കൂടെയല്ല. ഒരു വലിയ വിഭാഗം ജെൻസികൾ ഇപ്പോഴും ഈ വലതുപക്ഷത്ത് നിൽപ്പുണ്ട്. ആ ജെൻസികളുടെ നിരാശയാണ് എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലടക്കം. അവർ നിരാശരാണ്. പക്ഷെ അവർ സംഘടന വിട്ടു പോകുന്നവരല്ല, നിരാശരാണ്. ആ ജെൻസി തന്നെയാണ് BJPക്ക് നിയമസഭകളിൽ വിജയം നേടിത്തരുന്നതും ഒപ്പം തന്നെ അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. ആ ജെൻസികൾ ഒരു എന്തുകൊണ്ടോ അവർ ആലസ്യത്തിലാണ്. അതിന്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടത് BJP ആണ്, അല്ലാതെ കേന്ദ്ര സർക്കാരല്ല. അത് പ്രാദേശിക തലത്തിലൊക്കെ BJP അത്തരം ആളുകളെ വീണ്ടും കാണുകയും അവർക്കുള്ള പിന്തുണ കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അത് കൂടെ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കുക എന്നൊരു പോളിസി മിനിമം BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ കൂടെ നിൽക്കുന്നവന് മോഹൻലാൽ പറഞ്ഞതൊക്കെ നമ്മൾ കയറിപ്പോകുന്ന കല്ലുകൾ മറന്നുപോയാൽ തിരിച്ചിറങ്ങാൻ കല്ലുണ്ടാകില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ ഒരു പണി കിട്ടിയതാ. അപ്പം നമ്മൾ ചവിട്ടി കയറി പോകുന്ന കല്ലുകൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. അതായത് അത് വരണമെന്നല്ല പറഞ്ഞത്, നോക്കിയില്ലെങ്കിൽ തിരിച്ചിറങ്ങാൻ കല്ലുണ്ടാകില്ല. അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതിന് ഒരു ശുദ്ധീകരണം അവർ നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ജനം വലുതായിട്ട് അറിയുന്നില്ല.
ഈ പലരും മുഖ്യധാര മാധ്യമങ്ങളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങളല്ല ഇന്ന് രാജ്യം നിയന്ത്രിക്കുന്നത്, സോഷ്യൽ മീഡിയ ആണ്. അത് തിരിച്ചറിയപ്പെടാത്ത കാലത്തോളം മുമ്പൊക്കെ നമുക്കറിയാം, ഈ ചാനൽ ചർച്ചയിൽ പോകുന്നവരൊക്കെ അവരുടെ വീഡിയോ വെട്ടിയിട്ടിട്ട് പുലിയട, കടുവയട, പൊളിച്ചടുക്കിയട എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുവായിരുന്നു ഫേസ്ബുക്കിൽ. ഫേസ്ബുക്കിലൊന്നും ഇന്ന് റീച്ച് ഇല്ല, അതിനൊന്നും വലിയ ഓട്ടം കിട്ടത്തില്ല. കാരണം ഫേസ്ബുക്ക് ചത്തു. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഫേസ്ബുക്കിൽ ഇപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്താലേ പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യാൻ കഴിയൂ. പണ്ട് നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആയിരങ്ങൾ വരുമെങ്കിൽ ഇന്ന് ആയിരങ്ങളെ കിട്ടാൻ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഫേസ്ബുക്ക് മരിച്ചു. ഇനി നിങ്ങൾ ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ധനുഷേ, സോഷ്യൽ മീഡിയയുടെ ഒരു പവർ ഞാൻ പറഞ്ഞുതരാം. ഈ മീഡിയ വൺ ചാനലിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു പരിപാടിയാണ്, നമ്മൾ ഈ അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെ പറയുന്ന സാധനം. ആ പരിപാടി ഒരു ഹിറ്റാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് പേര് കാണുന്നുണ്ട് ആ പരിപാടി. അതായത് ഈ മീഡിയ വണിന്റെ വിമർശകരാണ് അത് ഭൂരിപക്ഷം കാണുന്നത്. അവരെവിടെയാണ് ഈ പരിപാടി കാണുന്നത്? മീഡിയ വൺ ചാനൽ മിക്കവാറും ഈ അവരുടെ എതിരാളികളുടെ വീട്ടിൽ വെക്കാറില്ലല്ലോ. പക്ഷെ അവരെങ്ങനെ കാണുന്നു? സോഷ്യൽ മീഡിയയിലാണ് അവരിത് കാണുന്നത്. ഈ പരിപാടി ഇവർ ആദ്യം ആരംഭിക്കുന്ന എവിടാന്ന് അറിയാവോ? ഈ മീഡിയ വൺ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്, ഈ ഔട്ട് ഓഫ് ഫോക്കസ് 1.5 വർഷക്കാലം അവർ സോഷ്യൽ മീഡിയയിലായിരുന്നു ഈ പരിപാടി. അത് ഹിറ്റായതിനു ശേഷമാണ് അവർ ചാനലിലേക്ക് അത് മാറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ അവർ വളരെ ആക്റ്റീവാണ്. ഈ ചാനലുകൾ ഏഷ്യാനെറ്റ് അടക്കം അവർ സോഷ്യൽ മീഡിയയിലേക്ക് അവരുടെ പ്ലാറ്റ്ഫോം തുറന്നത് എന്തിനാണ്? അവർ നമ്മളെ യൂട്യൂബർമാരെന്നൊക്കെ പറയും. എന്നിട്ട് അവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നതും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നതും ഫേസ്ബുക്ക് എന്ന് പറയുന്നതും നമുക്ക് ഓരോ തരം പ്ലാറ്റ്ഫോമാണ്. അവർ ഓരോ മെത്തേഡ് എടുത്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇപ്പൊ ഫേസ്ബുക്കിൽ കൊണ്ട് ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ആ ന്യൂസ് ഇട്ടത് കൊണ്ടാണ് യൂത്ത് അവിടുന്ന് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പൂട്ടേണ്ടി വന്നതും. ഇപ്പൊ ഗതികേടിന്റെ അങ്ങേറ്റത്ത് നിൽക്കുന്ന ഒരു തറവാട്, നശിച്ചൊരു തറവാട് കണക്ക് ഈ ഫേസ്ബുക്ക്. ഇപ്പൊ അതിനകത്തുള്ളത് ഏതാണ്ട് ഒരു 35 വയസ്സിന് മുകളിലോട്ട് ഒരു 70 വയസ്സ് വരെയുള്ളവർ മാത്രമേ ഇപ്പൊ ഫേസ്ബുക്കിലുള്ളൂ. യൂത്ത് ഇല്ല. കാരണം അതിന്റെ സിസ്റ്റമേ അങ്ങനെ തന്നെയാണ്. അൽഗോരിതങ്ങളൊന്നും ഇല്ല ഇപ്പൊ അതില്. പിന്നെ എന്നിട്ട് അതിനകത്ത് നിന്ന് ഇപ്പോഴും ഈ പഴയ കാലത്തിട്ടിരുന്ന പോസ്റ്റും കമന്റുകളും ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ്, ഞങ്ങളുണ്ട്. ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളെ കണക്കുള്ള കുറെ അമ്മാവന്മാരും അമ്മായികളും മാത്രമാണ് ഇപ്പൊ അതിനകത്തുള്ളത്. യൂത്തിന്റെ ഒരു വലിയ തലമുറ നമ്മൾ എപ്പോഴും നമ്മൾ സ്വയം വിമർശനത്തിന് വിധേയരാകണം, ഇല്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും. നമ്മൾ എന്താ വല്ലപ്പോഴെങ്കിലും നമ്മുടെ കണ്ണാടി നോക്കി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രൂപം എന്ന് പറഞ്ഞാൽ സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടതായിട്ട്. ഈ ഇൻസ്റ്റാഗ്രാമിലും സെയിം പോസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യൂത്ത്, ഈ ചെറുപ്പക്കാർ ഇൻസ്റ്റാഗ്രാമും വിടും. അവരെ വെറുപ്പിക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഈ കാരണം ഞാൻ പറഞ്ഞില്ല, ഈ കേന്ദ്ര സർക്കാർ എത്രയോ പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പദ്ധതി ഇവിടുത്തെ ഏതെങ്കിലും BJP-കാരന് അറിയാവോ? കുറഞ്ഞ പക്ഷം അതൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ കണക്കുള്ള ചാനലുകളുടെ വാർത്തയെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കോ അറിയത്തില്ല, അറിയാവുന്നതും പറയുന്നെങ്കിലും ഷെയർ ചെയ്യും. ഇല്ല, പുച്ഛമാണ് എല്ലാവരോടും. അപ്പൊ അത് മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇതുപോലെ ഒരു സമരം ഇന്ത്യയിൽ പെട്ടെന്ന് സക്സസ് ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം BJP-യുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 2019 അവർ ഈ പൗരത്വ ഭേദഗതി സമരം അവർ വാച്ച് ചെയ്തു ഏതാണ്ട് 1 വർഷക്കാലം. വാച്ച് ചെയ്തതിന്റെ പരിണത ഫലം എന്തായിരുന്നു? പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടനയായിരുന്നു അതിന്റെ ചുക്കാൻ പിടിച്ചത്. ആ സംഘടനയെ തന്നെ അവർ നിരോധിച്ചു കഴിഞ്ഞു. കർഷക സമരം നടന്നു. കർഷക സമരത്തിന് ശേഷം എന്താണ് നടന്നത്? കർഷക സമരത്തിലെ രാകേഷ് ടിക്കായത്ത് എവിടെയാണ്? നമുക്ക് പ്രിയപ്പെട്ടൊരു നേതാവ് രാകേഷ് ടിക്കായത്ത് കേട്ടോ. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ എവിടെയാണ് രാകേഷ് ടിക്കായത്ത്? ഇന്ന് പുള്ളി ഇല്ല, പുള്ളി റെസ്റ്റിലാണ്. ആ ഒരു സമരത്തിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കുറച്ചധികം കർഷകർ തിരിച്ച് അവരുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റി. ഹരിയാന പോലെ സമരം കത്തി നിന്നെടുത്ത് അവർക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റി. അത് പാഠങ്ങളിൽ നിന്ന് ഇത് പഠിക്കുകയും വീഴ്ചകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും അതിന് ഓവർകം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി BJP മാത്രമാണ്. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ബ്രെയിൻ ഉണ്ട്, സാമ്പത്തികമുണ്ട്, മാനുഷിക ശേഷിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടികളുടെ സമരം ഇപ്പോൾ വിജയിച്ചു എങ്കിൽ ഭാവിയിൽ അത് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ജയിക്കുക പ്രയാസകരമാണ്. ഇപ്പോൾ ജയിച്ചതിന് ചില കാരണങ്ങളുണ്ടാകും, പക്ഷെ അത് എപ്പോഴും ഈ ചക്ക വീണ മുയിൽ ചാകില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സമരം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആ സമരം വരുന്നത് നമ്മളുടെ വറുതി കാലത്തായിരിക്കും, ഗ്യാസിന് ഷോർട്ടേജ് ഉള്ള കാലത്തായിരിക്കും, പെട്രോളിന് ചിലപ്പോൾ ഒരുപക്ഷെ ഷോർട്ടേജ് ഉള്ള കാലത്തായിരിക്കും. അങ്ങനെയുള്ള ഒരു സമയത്തേക്കായിരിക്കും സ്ട്രൈക്ക് വരുന്നത്. പക്ഷെ ആ സ്ട്രൈക്ക് വിജയിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. കാരണം ആ സ്ട്രൈക്കിനെതിരെ തന്നെ വലിയൊരു ജനവികാരം ഉയരുക തന്നെ ചെയ്യും. കാരണം ഇപ്പുറത്തെ സൈഡിലും ഒരു ജൻസി ഉണ്ട്. ആ ജൻസിയെ അതിന്റെ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതുണ്ടാകും എന്ന് കരുതി ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഘർഷത്തിന്റെ പാതയല്ല ഞാൻ പറഞ്ഞത്, സമന്വയത്തിന്റെ പാതയിലൂടെ നേടുന്ന വിജയങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു സമരം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനെ തടയുന്ന രീതിയിലേക്ക് ഈ BJP അനുബന്ധ സംഘടനകളും അതിന്റെ ഒരു പ്രിക്കോഷൻസ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാ അവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഈ രാഷ്ട്രീയത്തിൽ കടുംപിടുത്തങ്ങളില്ല, വിട്ടുവീഴ്ചകൾ വേണം, ഇല്ലാതെ കടുംപിടുത്തം പറ്റില്ല. ഒരു ഗൃഹനാഥന് പോലും തന്റെ കുടുംബം കടുംപിടുത്തത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല.
വിട്ടുവീഴ്ചകൾ ചെയ്യണം. അവിടുത്തെ കുഞ്ഞുങ്ങൾ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും പിന്നെ അമ്മ പറഞ്ഞാലും ഒക്കെ അതിന് ചെവി കൊടുക്കുകയും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കപ്പെടുകയും ചെയ്യണം. അതല്ലാതെ അടിച്ചേൽപ്പിക്കുക എന്നൊരു നയം ഇനി ഇല്ല. അത് മാറേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ RSSന്റെ തലവനും പറഞ്ഞത്. അത് തന്നെയാണ് ഇതിനകത്തുള്ളത്. എല്ലാ സർക്കാരുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. പിണറായി വിജയനൊക്കെ ധാർഷ്ട്യത്തിന്റെ ഒരു മുഖമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരെ ഒരു രോഷം വരുന്നത്. പക്ഷെ മോദി സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണമില്ല, അദ്ദേഹത്തിന് സർക്കാരിനെതിരെ അഴിമതി ആരോപണമില്ല, വേറെ കറപ്ഷൻസ് ഒന്നുമില്ല, നല്ല ഭരണമാണ്. പക്ഷെ ആ ഭരണത്തിന്റെ നേട്ടങ്ങൾ എല്ലായിടത്തും എത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് പരമ്പരാഗതമായി RSS സംഘപരിവാർ BJPക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന അവരുടെ അടിത്തട്ടുണ്ട്. അത് യൂത്ത് തന്നെയാണ് അവരുടെ അടിത്തട്ട്. ആ യൂത്തിനെ ഒന്ന് ഉണർത്തിയെടുക്കണം. ഇനി ആ യൂത്ത് എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അലസരായി കിടക്കുന്ന യൂത്തുകളെ ഉണർത്തിയെടുക്കുകയും ഞാൻ പറഞ്ഞ അത്ലറ്റുകളെ പോലെ വീണ്ടും പരിശീലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫൈറ്റിംഗ് മോഡിലേക്കായിരിക്കും. അത് വരുമെന്ന് തന്നെ തോന്നുന്നു. കാരണം BJP സംബന്ധിച്ച് ഇപ്പോഴുണ്ടായ ക്ഷീണം അവർക്ക് UP തെരഞ്ഞെടുപ്പിലെങ്കിലും കുറഞ്ഞ പക്ഷം മാറ്റേണ്ടതായിട്ടുണ്ട്.